നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. കൈക്കൂലി കേസിൽ തൊടുപുഴ തഹസിൽദാർ ജോയി കുര്യാക്കോസ് അറസ്റ്റിൽ. പാറപ്പുഴ സ്വദേശി ഫ്രാൻസിസിന്റെ പരാതിയിന്മേൽ ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പി രതീഷ് കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തഹസിൽദാരെ അറസ്റ്റ് ചെയ്തത്. തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇന്ത്യൻ സിനിമയുടെ 100 വർഷങ്ങൾ എന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ നിർവഹിച്ചു. കൊതകുത്തിയിൽ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പിൽ നിന്നും പരിസര മലിനീകരണം സൃഷ്ടിക്കുന്നു എന്ന നാട്ടുകാരുടെ പരാതിയിന്മേൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഇടവെട്ടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല പ്രവർത്തകർ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം മത്തച്ചൻ പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. കൈക്കൂലി കേസിൽ തൊടുപുഴ തഹസിൽദാർ ജോയി കുര്യാക്കോസ് അറസ്റ്റിൽ. പാറപ്പുഴ സ്വദേശി പാറേക്കാട്ടിൽ ഫ്രാൻസിസ് കറിയുടെ പരാതിയിന്മേൽ ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പി രതീഷ് കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 10ഓളം പേരടങ്ങുന്ന സംഘമാണ് തഹസിൽദാരെ അറസ്റ്റ് ചെയ്തത്. പാറപ്പുഴ സ്വദേശിയായ ഫ്രാൻസിസിന്റെ വീടിന് ആഡംബര നികുതിക്ക് നോട്ടീസ് കൊടുത്തു. എന്നാൽ ആഡംബര നികുതിക്ക് 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വേണം. ഫ്രാൻസിസ് കറിയുടെ വീടിന് 2800 സ്ക്വയർ ഫീറ്റാണ്. ഈ വീടിന് ആഡംബര നികുതി ഈടാക്കാതിരിക്കണമെങ്കിൽ 10,000 രൂപ നൽകണമെന്നും അഡ്വാൻസായി 2,000 രൂപ കൈപ്പറ്റുകയും ചെയ്തതായി ഫ്രാൻസിസ് കറിയ പറഞ്ഞു. ബാക്കി തുകയുമായി വിജിലൻസിനെയും കൂട്ടി തഹസിൽദാരുടെ ഓഫീസിലെത്തി പണം കൈമാറുന്നതിനിടെ വിജിലൻസ് സംഘം തഹസിൽദാരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തഹസിൽദാരെ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. ഞങ്ങൾ വന്ന് അളക്കും. അളന്നിട്ട് ഞങ്ങൾ ലക്ഷറിയിലേക്ക് വന്നാൽ ലക്ഷറിയിലേക്ക് വരാൻ നോക്കും. ആയിക്കോട്ടെ, ഇല്ലാത്ത കാര്യം നിങ്ങൾ എങ്ങനെ ആക്കുന്നത് അപ്പോൾ ഞങ്ങളൊന്ന് നോക്കട്ടെ. അന്ന് നോക്കി കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ ഷൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീയും പുള്ളിക്കാരത്തിന് കുറേ UD ആണോ LD ആണോ 2 സ്റ്റാഫും കൂടി വന്ന് എൻ്റെ വീട് കയറി അളന്ന് അതിൻ്റെ പട്ടം അളന്നു, വാട്ടർ ടാങ്ക് അളന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളതിനെ കാട്ടുന്നു വാട്ടർ ടാങ്ക് എന്തിനാണ്? അത് ബാറ്ററി റൂമാണ്, അത് വളക്കണം. അതുപോലെ ഇത് വളക്കണം. ഇത് മര്യാദയല്ല നിങ്ങളീ കാട്ടുന്നത്. ഞങ്ങൾ അങ്ങനെ അളക്കും. ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ അളന്നുകൊണ്ടോ, ഞാൻ നിങ്ങളുടെ പുറകെ വന്നോളാം, നിങ്ങളെ ഞാൻ പിന്നെ കണ്ടോളാം എന്നും പറഞ്ഞാണ് ഞാൻ വിടുന്നത്. ഇപ്പോൾ കൂട്ടി ഒരാളന്നു, എല്ലാം കഴിഞ്ഞുകൂടെ വന്നു. പൈസ തന്നേരെ 12,000 തന്നേരെ 10,000 തന്നേരെ എന്ന് പറഞ്ഞ് ലേലം വിളിയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ 2,000 രൂപ കൊടുത്തു. അന്ന് ഡ്രൈവർ മേടിച്ചുകൊണ്ട് വരും. ഇതിനകത്ത് ഷൈനി എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ് ഡെപ്യൂട്ടി തഹസിൽദാർ. പുള്ളിനേക്കാൾ ഒരു പടികളിൽ മുകളിൽ, അതിലും മുകളിൽ പുള്ളി. ആ രീതിയിലാണ് ഇവിടുത്തെ പോക്ക്. എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഒരു ലിങ്കാണ്, ചെയിനാണ്, എല്ലാവർക്കും വിഹിതമുണ്ട്. തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഇന്ത്യൻ സിനിമയുടെ 100 വർഷങ്ങൾ എന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളിൽ നിർവഹിച്ചു. പ്രദർശനവും ഫിലിം ഫെസ്റ്റിവലും നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ തന്നെ ഏറെ പ്രസക്തി ആർജിച്ചതാണ്. സിനിമ അതിൻ്റെ 100 വർഷം പിന്നിടുമ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത്. എങ്കിലും സമാന്തര സിനിമകൾ പഴയ കാലത്തെ പോലെ തന്നെ ഇന്നും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനൊരു മാറ്റം വരുത്താൻ ഫിലിം സൊസൈറ്റിയെ പോലുള്ള സംഘടനകൾ നടത്തുന്ന ഫിലിം ഫെസ്റ്റിവലിനും സിനിമയുടെ കാലഘട്ടത്തിനെ ഓർമ്മിക്കുന്ന പ്രദർശനവും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
തൊടുപുഴ ഫിലിം സൊസൈറ്റി മെമ്പർ ജിൻസൺ തോമസ് അധ്യക്ഷത വഹിച്ചു. അജി ജോസഫ് ജോർജ്, നെഹ്റു യുവകേന്ദ്ര ജില്ലാ കോർഡിനേറ്റർ കെ ഹരിലാൽ, മാധ്യമപ്രവർത്തകൻ സാബു നെയ്യശ്ശേരി, അഖിൽ ശശിധരൻ, ഷിജി ജെയിംസ്, കെ ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് കുട്ടികളുടെ ചിത്രമായ ഒരിടത്തൊരു പുഴയുണ്ട് എന്ന ചിത്ര പ്രദർശനവും നടന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വാർഡുതല ഒരുക്കങ്ങൾക്കായി തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ കൌൺസിൽ അംഗങ്ങളായ കോൺഗ്രസ് ജനപ്രതിനിധികളുടെ ഏകദിന പഠന ശില്പശാല തൊടുപുഴയിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി TP ഹസൻ പഠനശാല ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി കൂടുമ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അഭിപ്രായ പ്രകടനം നടത്തി പല തട്ടുകളിലായി പലപ്പോഴും പല തീരുമാനങ്ങൾ ഐക്യകണ്ഠേന എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. നിർബന്ധമായും പാർലമെന്ററി പാർട്ടി കൂടിയതിനു ശേഷമാണ് കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ പാർട്ടിയുടെ നിർദ്ദേശം. ആ നിർദ്ദേശങ്ങൾ ആരെങ്കിലും പാലിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തിയാൽ നന്നായി കഴിയും. ആ കമ്മിറ്റികളുടെ യഥാസമയം കൂടാത്തത് കൊണ്ടാണ് പല പോരായ്മകളും ഇന്ന് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. സമൂഹത്തിന്റെ മുമ്പിൽ പാർട്ടിക്ക് ദോഷം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തീരുമാനമെടുത്ത് ആദ്യത്തെ യോഗത്തിൽ വെച്ച് ഒരു കാലാവധി തീരുമാനിച്ച പഞ്ചായത്തുകളിൽ നിന്ന് ഫുൾ ടൈം കൊടുക്കുന്ന ഒരു പഞ്ചായത്തുണ്ട്. അങ്ങനെ പല തീരുമാനങ്ങളും എടുത്തു എങ്കിലും ആ സമയമാകുമ്പോൾ അതിൽ നിന്ന് പിന്മാറാൻ പല സ്ഥലങ്ങളിലും വൈമനസ്യം കാണിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ് റോയി കെ പൗലോസ്, CP മാത്യു തുടങ്ങിയവർ വിവിധ വിഷയങ്ങൾ പ്രസംഗിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് TJ ജോസഫ്, KP വർഗീസ്, KV സിദ്ധാർത്ഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊതകുത്തിയിൽ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പിൽ നിന്നും പരിസര മലിനീകരണം സൃഷ്ടിക്കുന്നു എന്ന നാട്ടുകാരുടെ പരാതിയിന്മേൽ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഇടവെട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഓഫീസ് ഉപരോധിച്ചു. 6 മാസം മുൻപ് പ്രദേശവാസികൾ ഈ വിഷയം ഉന്നയിച്ച് പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്ത് തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് നാട്ടുകാർ സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചത്. പഞ്ചായത്തിന്റെ മുമ്പിൽ ഉറപ്പ് തന്നിട്ടും അവർ നിർബാധമായി കത്തിക്കൽ തുടർന്നു. അതിനെതിരായിട്ടാണ് ഇവരുടെ സമരം. കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾക്ക് ഇങ്ങനെ പുക ഭയങ്കരമായിട്ട് വരുമായിരുന്നെങ്കിലും സൂക്കേടൊന്നും കണ്ടു തുടങ്ങിയില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ വീട്ടിലും ഇത് വലിക്കണ ആസ്മ പിടിച്ച് എല്ലാവരും വലിവും എല്ലാവർക്കും ത്വക്ക് രോഗം ഇത് തുടങ്ങി. ഇത് ഞങ്ങൾക്ക് നിർത്തി തരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. പഞ്ചായത്തിലെ കൊതകുത്തി മേഖലയിൽ ശാരദക്കവല ഭാഗത്ത് പ്രവർത്തിക്കുന്ന വാഹന വർക്ക്ഷോപ്പ് ആ പ്രദേശത്തെ ജനങ്ങൾക്കാകെ മാലിന്യം പരത്തുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അവിടത്തുകാർ പഞ്ചായത്തിൽ 6 മാസം മുമ്പ് രേഖാമൂലം പരാതി തന്നെങ്കിലും ഉചിതമായ നടപടി നാളിതുവരെ സ്വീകരിക്കാൻ പഞ്ചായത്തിനോ ബന്ധപ്പെട്ട അധികാരികൾക്കോ സാധിച്ചില്ല. ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് യാതൊരു വിധത്തിലുമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചല്ല ആ സ്ഥാപനം നിലവിൽ പ്രവർത്തിക്കുന്നതെന്നാണ്. അപ്പോൾ പല പ്രാവശ്യം പഞ്ചായത്തിൻ്റെ അധികാരപ്പെട്ട ആളുകൾ അവരെ 2 വിഭാഗക്കാരെയും വിളിച്ച് ചർച്ച നടത്തിയെങ്കിലും ഉചിതമായ ഒരു തീരുമാനത്തിലെത്തിക്കുവാൻ പഞ്ചായത്തിന് നാളിതുവരെയും കഴിയാത്ത സാഹചര്യത്തിൽ ആ സ്ഥാപനം ഇനി ഒരു നിമിഷം പോലും തുടർന്ന് പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.
സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുന്ന ലൈബ്രറികളിൽ ഗ്രാന്റ് ഉടൻ അനുവദിക്കുക, ലൈബ്രറി സെസ് കവർന്നെടുക്കുവാനുള്ള നീക്കം തടയുക, ലൈബ്രറി കൗൺസിലിന്റെ ഭൂമി തട്ടിയെടുക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക, പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക, ഗ്രന്ഥശാല സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല പ്രവർത്തകർ തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുമ്പിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം മത്തച്ചൻ പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KM ബാബു, KR രാമചന്ദ്രൻ, CA ഏലിയാസ്, PN ചെല്ലപ്പൻ നായർ, NM കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. PN ബാലകൃഷ്ണൻ, TR സോമൻ, ജോസഫ് മൂലശ്ശേരി, S ഇന്ദിര, VC ബൈജു, മറിയാമ്മ ബെന്നി, ജോൺ തോപ്പിൽ, CK രതീഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. കേരളത്തിലെ 7000-ൽ പരം ഗ്രന്ഥശാലകളാണ്. ഇടുക്കി ജില്ലയിൽ 2250 ഗ്രന്ഥശാലകളാണ്. തൊടുപുഴയിലാണെങ്കിൽ 80 ലൈബ്രറികളാണ്. ഈ ലൈബ്രറികൾ ഇതുപോലെയുള്ള എല്ലാ ഗ്രന്ഥശാലകൾക്കും ഗവൺമെന്റ് കൊടുക്കുന്ന ചെറിയ നാമമാത്രമായ ഗ്രാന്റ് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ലൈബ്രറി അലവൻസ് എന്ന് പറയുന്നത് നിങ്ങൾ വലിയ തുകയായിട്ട് കണക്കാക്കുന്നത്. എന്താണ് ലൈബ്രറിയുടെ അലവൻസ്? തൊഴിലുറപ്പിലേക്ക് പോകുന്ന ഒരാൾക്ക് കിട്ടുന്നതിന്റെ ഒരംശം പോലും കൊടുക്കുന്നില്ല. AKയുടെ 10,000-ൽ കൂടുതൽ പുസ്തകങ്ങൾ ശേഖരിച്ചിരിക്കുന്ന സ്വന്തമായി മന്ദിരമുള്ള ഒരു ഗ്രന്ഥശാലയ്ക്ക് A ഗ്രേഡ് ആണെങ്കിൽ അവിടുത്തെ ലൈബ്രറിന് കിട്ടുന്നത് 40 രൂപയാണ് ഒരു ദിവസം. ഈ 40 രൂപയാണ് സർക്കാർ പിടിച്ചു വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഗ്രേഡായ ഈ DEF ഗ്രേഡിൽപ്പെട്ടവർക്ക് 30 രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത്. ഇതാണ് ഈ ലൈബ്രറിയന്മാർ, കേരളത്തിലെ 7000-ഓളം ലൈബ്രറിയന്മാർക്ക് അവരുടെ വേതനം എന്ന് പറയുന്നില്ല. ഒരു ചെറിയ അലവൻസ് ആയി കൊടുക്കുന്ന തുക സമയബന്ധിതമായി കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. മുട്ടം ഷണ്ടാൾ ജ്യോതി ഫ്ലഡ് ലൈറ്റ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവന്ന അഖില കേരള മദർ ഷണ്ടാൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. സബ് ജൂനിയേഴ്സ് കാറ്റഗറിയിൽ ഷണ്ടാൾ ജ്യോതി 41 പോയിന്റും LF കൊരട്ടി 15ഉം, സബ് ജൂനിയർ ബോയ്സ് കാറ്റഗറിയിൽ LS കൊരട്ടിക്കെതിരെ 41 പോയിന്റിന് ഷണ്ടാൾ ജ്യോതി വിജയിച്ചു. ജൂനിയർ ഗേൾസ് കാറ്റഗറിയിൽ ലിറ്റിൽ ഫ്ലവർ കൊരട്ടി പ്രസന്റേഷൻ കോഴിക്കോടിനെ 37-നെതിരെ 39 പോയിന്റോടെ പരാജയപ്പെടുത്തി. സീനിയർ ബോയ്സിന്റെ കാറ്റഗറിയിൽ ആതിഥേയരായ ഷണ്ടാൾ ജ്യോതി SH ചങ്ങനാശ്ശേരിയെ 54-നെതിരെ 68 പോയിന്റോടെ പരാജയപ്പെടുത്തി കിരീടം നിലനിർത്തി. എറണാകുളം ലൂർദ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റ് നിർണയ ക്യാമ്പ് ഫെബ്രുവരി 8-9 തീയതികളിൽ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള IMA ഹാളിൽ നടത്തുമെന്ന് ലൂർദ് ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോക്ലിയർ ഇംപ്ലാന്റ് സാധാരണ കുട്ടികളിലാണ് നടത്തുന്നതായിട്ട് കേട്ടുവരുന്നത്. എന്നാൽ ഞങ്ങൾ 38 വയസ്സുള്ള ഒരു സ്ത്രീയിൽ 6 മാസം മുമ്പ് ഇത് വിജയകരമായി നടത്താൻ സാധിച്ചു. ഈ ശസ്ത്രക്രിയ ESIയുടെ ആനുകൂല്യമുള്ള ആളുകൾക്ക് സൗജന്യമായിട്ട് ലൂർദ് ആശുപത്രിയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. 3 ബോൺസ് ഉണ്ട്, 1, 2, 3. ഈ 3 ബോൺസ് സൗണ്ട് കൊണ്ട് വൈബ്രേറ്റ് ചെയ്യും. ഈ മൂന്നാമത്തെ ബോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതൊരു പിസ്റ്റൺ പോലെയാണ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇതാ കോക്ലിയ, ഒരു ഒച്ചിൻ്റെ ഷേപ്പിലാണ്. ഈ കോക്ലിയ പറഞ്ഞാൽ 3 ടേൺസ് ഉണ്ട്. ഒരു ട്യൂബാണ്, അതൊരു 2.5 ടേൺ ഉണ്ട്, അതാ കോക്ലിയ. ഈ ബോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ കോക്ലിയയുടെ ഉള്ളിലൊരു ഫ്ലൂയിഡ് വൈബ്രേറ്റ് ചെയ്യും. ഈ ഫ്ലൂയിഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് വേവ്സ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഞരമ്പ് വഴി ബ്രെയിനിലോട്ട് പോകും. അങ്ങനെ ഒരാൾ സൗണ്ട് കേൾക്കുന്നു. സോ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ചെറിയൊരു കട്ട് ചെയ്യും ബാക്കിൽ, അവിടെ ഈ ഇൻറ്റേർണൽ സ്ട്രക്ചർ കമ്പോണൻ്റ് കയറ്റുന്ന. അതിനിപ്പം തലയുടെ അകത്ത് നോക്കിയാൽ ഇതാ കോക്ലിയ, ഇതാ ഞരമ്പ്, ബ്രെയിനിലോട്ട് പോകുന്ന ഞരമ്പ്.
ഇതാ ചെവിയുടെ ഇതാ ഇയർ ഡ്രമ്മ്, ചെവിക്കല്ല്. ഈ 3 ബോൺസ് 1, 2 and 3 ആൻഡ് ഇതാ കോക്ലിയ ആൻഡ് ഇതാ ഞരമ്പ്. സോ ഇവിടെ ഒരു സർജറി